ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലത്തെ നോയ്സൊന്നും നിങ്ങൾ നോക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി പളനി പോവാണ്. ഇന്നലെ തത്കാലം ബുക്ക് ചെയ്തു. ട്രെയിനിലാണ് പോകുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ചു ബസ്സിലാണ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ബസ്സിൽ കുറേ നേരം ഇരിക്കണം, 10-11 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ട്രെയിനിനാക്കാം. തത്കാലം നോക്കിയപ്പോൾ കിട്ടി. ഇവിടുന്ന് ഏകദേശം ഒരു 12 മണിക്കൂർ ജേണി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഫ്രൈഡേ ആണെന്ന് ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. സൺഡേ നമ്മൾ ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചു വരും. അപ്പോൾ ഒരു 2 ദിവസത്തെ ട്രിപ്പാണ്. ഞാൻ, ഹസ്ബൻഡ്, അമ്മ, ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു കോട്ട് സെറ്റ് എടുത്തു വെച്ചു. പിന്നെ ഞാൻ വേറൊരു പുതിയ ഡ്രസ്സ് മേടിച്ചു, അതും എടുത്തു വെച്ചു. പിന്നെ ഹസ്ബൻഡിൻ്റെ മുണ്ട്, ഹസ്ബൻഡിൻ്റെ 2 ഷർട്ട്സ്, പിന്നെ നമ്മുടെ നൈറ്റ് വെയേഴ്സ് അത്യാവശ്യമാണല്ലോ. പിന്നെ ഒരു നൈറ്റ് ഡ്രസ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അല്ലറ ചില്ലറ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ്, പിന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ ആക്സസറീസ് അധികമൊന്നുമില്ല, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്ത് വെച്ച് നമ്മൾ പെട്ടി അടച്ചു വയ്ക്കുന്നതാണ്. ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. നമുക്ക് 8:30-ക്കാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 നമുക്കിവിടെ നിന്ന് ഒരു മണിക്കൂറിൻ്റെ ട്രാവലുണ്ട്. ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ ഇനി നമുക്ക് പഴനി എത്തിയിട്ട് കാണാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് ഇട്ടത്, കാരണം ട്രെയിനിലാണല്ലോ പോകുന്നത്. പിന്നെ AC ആണ്, കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മുടിയൊക്കെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. നേരെ 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഇനി ബാക്കി പഴനി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരെ പോകുന്ന അമൃത എക്സ്പ്രസ്സിലാണ് ബുക്ക് ചെയ്തത്. സത്യം പറഞ്ഞാൽ അതൊരു പെട്ടെന്നുള്ള ട്രിപ്പായതുകൊണ്ട് തത്കാലമാണ് കേട്ടോ നോക്കിയത്. പക്ഷേ ഞങ്ങൾ തത്കാലം നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആകെ 27 സീറ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടി. ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം തത്കാലമാണ് എടുത്തത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അധികം തിരക്കില്ലാത്ത റൂട്ടാണെങ്കിൽ നമ്മൾ തത്കാലം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം ഒരു 10-12 മണിക്കൂർ, ഏകദേശം 12 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ നല്ല ഭംഗിയുള്ള തമിഴ്നാടിനെയാണ് കണ്ടത്. ഞാൻ ഇതുവരെ യാത്ര പോയതിൽ വെച്ചിട്ട് ട്രെയിനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തമിഴ്നാട് യാത്രകളാണ്. കാരണം ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ കുതിരവണ്ടികളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ഒരാളെ ചൂസ് ചെയ്തു. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കുതിരവണ്ടിയിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. ഞാനും ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടെയാണ് പോണത്. സത്യം പറഞ്ഞാൽ ഞാൻ 2 കൊല്ലമായി പഴനി പോകണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു തുടങ്ങിയിട്ട്. പക്ഷേ പഴനി ഒഴിച്ച് ബാക്കി എല്ലാവിധ അമ്പലങ്ങളിലും ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നമ്മൾ പറയില്ലേ, നമ്മളെ സമയം മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ട് കാര്യമില്ല, അതിനൊരു ദൈവാനുഗ്രഹം കൂടെ വേണം. അങ്ങനെ 2 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പഴനിയിലോട്ടൊന്ന് വരുന്നത്. അതും ഇത്തവണ പോയേ തീരൂ, എന്ത് വന്നാലും, എന്ത് തടസ്സങ്ങൾ വന്നാലും പോയേ തീരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അമ്മയ്ക്കൊക്കെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മല ചവിട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറണം എന്നാണ് ആഗ്രഹം. 600-700 പടിയാണുള്ളത്. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ആദ്യം തന്നെ ഞാൻ ബ്രഷൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ ആദ്യം ഒരു ചായ കുടിച്ച് ഭയങ്കര ടയേർഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഒരു റൂം എടുത്തു. ഞങ്ങൾക്ക് 3-4 മണിക്കൂറിന് മതി. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടി റൂം എടുക്കാമെന്ന്. പക്ഷേ അത് ഒട്ടും വൃത്തിയില്ലായിരുന്നു. ജസ്റ്റ് അപ്പോൾ നല്ലൊരു റൂം തന്നെ എടുത്തു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഫ്രഷായിട്ട് ഇറങ്ങി. പിന്നെ നമുക്ക് ഫോണും ചെരുപ്പും ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ ആദ്യം ചപ്പൽ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഫോണ് കൊടുത്തു. 5 രൂപയോ 10 രൂപയോ, അതും അവിടെ ഒന്നും ഗൂഗിൾ പേ എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. അതിന് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി. പിന്നെ അവിടുത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ഫോണില്ലാത്തതുകൊണ്ട്. പിന്നെ അവിടുത്തെ നമ്മുടെ പ്രശസ്തമായ പഞ്ചാമൃതം മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറയാലോ വലിയ തിരക്കില്ലായിരുന്നു. അവിടെ ജൂൺ 4-നാണ് സ്കൂൾ തുറന്നത്. അതുകൊണ്ട് 6-നൊക്കെ പിള്ളേർക്ക് സ്കൂളുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, തിരക്കില്ലായിരുന്നു. മുകളിലെത്തിയപ്പോഴും ഞങ്ങൾ സ്പെഷ്യൽ പാസ് എടുത്തു. ഒരാൾക്ക് 100 രൂപ, 10 രൂപ, അങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. 100 രൂപേൻ്റെ അടുത്ത്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കയറി തൊഴാൻ പറ്റി. 9:30-ക്ക് കയറിയ ഞങ്ങൾ ഒരു 11 മണിയാകുമ്പോഴേക്ക് തിരിച്ചിറങ്ങി. പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്.
സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് മധുരയിൽ നിന്നാണ് ട്രിവാൻഡ്രത്തോട്ട് ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്നാൽ പിന്നെ മധുരയിൽ പോവാം. അങ്ങനെ ഞങ്ങളൊരു 1 മണിയാകുമ്പോൾ ആ റൂം എടുത്തുനിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് പഴനി റെയിൽവേ സ്റ്റേഷനിൽ പോയി. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാം. അങ്ങനെ പഴനി ടു മധുര ഒരു 3 മണിക്കൂർ ബസ് യാത്ര ഉണ്ട്. അത് കുറച്ച് കഠിനമായിരുന്നു, കാരണം KSRTCയിൽ ബാഗും വലിച്ചിരിക്കൽ. പക്ഷേ മറ്റേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ 3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് ഭയങ്കര തലവേദനയായിരുന്നു. നമ്മൾ കഴിച്ച് ശീലമുള്ളവർക്ക് ഒരു നേരം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ പിന്നെ ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ മധുര എത്തി. ആദ്യം തന്നെ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ നോക്കി നല്ല റൂം ഒരെണ്ണം ബുക്ക് ചെയ്തു. പിന്നെ പെട്ടെന്ന് ഫ്രഷായി പോയി, കാരണം മധുര ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. എൻ്റെ ഭയങ്കര ഒട്ടും പ്ലാൻ ചെയ്യാതെ പോയിട്ടാണ് പഴനി മധുരയും കൂടെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയത്. അങ്ങനെ നിൽക്കുന്ന റൂമിൽ നിന്ന് ഞങ്ങൾ മാപ്പ് ഇട്ടപ്പോൾ 7 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നു. ഇതാണ് കേട്ടോ മധുര അമ്പലത്തിൻ്റെ നമ്മൾ കാണുന്ന ഒരു ലുക്ക്. എൻ്റെ പൊന്നോ, നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും മധുരയിൽ പോകണം എന്നാണ് ഞാൻ പറയുക. അത്രയും കിടിലനാണ്. അവിടെയും ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ പക്ഷെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു 3 മണിക്കൂർ ക്യൂ നിന്നു. പിന്നെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിറ്റേന്ന് രാവിലെ 9:30-ക്കായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.